2026 കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്, അതായത് ഡൽഹി തിരഞ്ഞെടുപ്പ്, പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറിയാണ് അവിടെ BJP ഉണ്ടാക്കിയത്. അതായത് 2 തവണ തുടർഭരണമുണ്ടായ AAPയുടെ ആ ഒരു ഭരണ തുടർച്ചയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു അട്ടിമറി നേട്ടം, അതും BJPക്ക് അത്രത്തോളം പ്രയാസമുള്ള ഒരിടത്ത്, ആകെ 10-ൽ താഴെ സീറ്റുകൾ ഉണ്ടായിരുന്ന ഇടത്ത് നിന്ന് ഇപ്പോൾ BJP അവിടെ ഭരണത്തിൽ എത്തുന്ന തരത്തിലോട്ടുള്ള സീറ്റുകളിലേക്ക് കുതിച്ചു കയറിയത് ശരിക്കും പറഞ്ഞാൽ ഒരു വമ്പൻ അട്ടിമറി വിജയമെന്ന് തന്നെ ഡൽഹിയിലേത് പറയേണ്ടി വരും. ഇനി 2026 നടക്കാൻ പോകുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിലവിൽ LDF സർക്കാരാണ്, അതായത് തുടർഭരണം ലഭിച്ച ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കിയ 2021 വീണ്ടും ഭരണത്തിൽ വന്ന LDF സർക്കാരിന് 2026 നിലനിർത്താൻ സാധിക്കുമോ? UDFന് എന്തെങ്കിലും മെച്ചമുണ്ടോ? 2026 അവർ 10 കൊല്ലത്തോളം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ 2026 നിലവിലത്തെ ഈ പറയുന്ന LDF സർക്കാരിനെതിരെയുള്ള പലതരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ തന്നെ മുതലാക്കാനായിട്ട് ഈ UDFന് സാധിക്കുമോ? ഭരണം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ 2026 എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതോടൊപ്പം തന്നെ ഒരു ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. കാരണം BJPക്ക് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു കുതിപ്പെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതിൽ തന്നെ BJP പല മണ്ഡലങ്ങളിലും 1-ാം സ്ഥാനത്തും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2026 അത് എത്രത്തോളം BJPക്ക് ഗുണകരമായി മാറും, അല്ലെങ്കിൽ എത്രത്തോളം BJPക്ക് അത് സീറ്റുകളാക്കി നിയമസഭയിൽ ഒരു വലിയ തോതിലുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും നിലവിൽ ചോദ്യം തന്നെയാണ്. അതിനിടയിൽ പുറത്തു വന്ന ചില രാഷ്ട്രീയ സർവേകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡൽഹി ആവർത്തിക്കുമോ കേരളത്തിൽ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതായത് ഡൽഹിയിൽ 2 തവണ തുടരെ ഭരണത്തിൽ വന്ന AAP സർക്കാർ 3-ാം തവണ എല്ലാ രീതിയിലും തോറ്റുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതുപോലെ തന്നെ കേരളത്തിൽ 2 തവണ തുടർഭരണം ലഭിച്ച LDFന് 3-ാമത്തെ തവണ കാലിടറുമോ എന്നുള്ള വലിയ ചോദ്യം. നിലവിൽ പുറത്തു വന്ന ചില സർവേ ഫലങ്ങൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് UDFന് ഒരു മേൽക്കൈ കൊടുത്തുകൊണ്ടുള്ള സർവേ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെ UDF പേടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന UDFന് നൽകിയിരിക്കുന്ന സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു 70+ രീതിയിലുള്ള കണക്കാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം LDFനായാൽ പോലും ഒരു 50+ അല്ലെങ്കിൽ 55+ എന്നുള്ള തരത്തിൽ കണക്കുകളിൽ വ്യക്തമാണ്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കുറഞ്ഞത് 2 സീറ്റെങ്കിലും ഇവിടെ ലഭിക്കും, അത് ഉറപ്പാണ്. അതല്ലെങ്കിൽ BJP 5 അല്ലെങ്കിൽ 5-ലധികമോ നേടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ പോയെന്ന് വരാം. അതും പോസിബിളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. UDF ശരിക്കും പറഞ്ഞാൽ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് തങ്ങൾക്ക് 2026 ഭരണത്തിൽ വരാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിലവിൽ ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം അവർ വളരെ ധൈര്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇനിയിപ്പോൾ ആകെ ഉള്ളത് 1.5 കൊല്ലം അടുപ്പിച്ചുള്ള ഒരു കാലയളവാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരാനായിട്ട്. അതിനുള്ളിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും LDFനെ സംബന്ധിച്ചത് അവർ നിലവിലും വളരെയധികം കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അതായത് ഡൽഹി അല്ല ഈ നിലവിൽ കേരളത്തിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഡൽഹിയിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJPക്ക് അവിടെ സീറ്റുകൾ കുറവായിരുന്നെങ്കിൽ പോലും അവർ അതിനൊത്ത വർക്ക് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിക്ക് തന്നെ. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ ഈ പറയുന്ന AAPക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ പല തരത്തിലുമുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെയും AAPയെ വലിഞ്ഞു മുറുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രയും ജയിക്കാനായി പാടുള്ള ഒരു സ്ഥലത്ത് BJP തന്ത്രപരമായി വിജയിച്ചെടുത്ത് കാണിച്ചത് തന്നെ. അതേസമയം നേരെ മറിച്ച് കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കേരളത്തിൽ അറിഞ്ഞൊന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. എങ്കിൽ പോലും ഇപ്പോഴും UDF വളരെയധികം ആലസ്യത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ വയ്യ, പക്ഷേ അവർക്ക് നേട്ടം കൊയ്യണം എന്നുള്ള തരത്തിൽ, അതായത് ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച മാതിരി തന്നെ, അതായത് ചുമ്മാ ഇരുന്നു കൊണ്ട്
നേട്ടം കൊയ്യാം എന്നുള്ള ഒരു രീതിയിലോട്ടാണ് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നതെങ്കിൽ 8ന്റെ പണി അവർക്ക് കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിൽ പോലും LDFനെതിരെ ഒരു കരുത്തുറ്റ പ്രതിപക്ഷമാവാനായിട്ട് UDFന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ UDFനോടുള്ള ആ ഒരു വിശ്വാസം, അത് എത്രത്തോളം UDFനെ വിശ്വസിച്ച് വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യം പലർക്കുമിടയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, UDFനെ സംബന്ധിച്ചിടത്തോളം UDF കരുതുന്ന മാതിരി ഒരു തരംഗമൊന്നും തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുവരെയും UDFന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ UDF ജയസാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെയും ഇനിയിപ്പോൾ ജയിക്കുന്ന തരത്തിലോട്ട് എത്തിയാൽ തന്നെയും അത് വളരെ വലിയ ഒരു വിജയമായൊന്നും മാറത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ചുരുങ്ങിയ സീറ്റുകൾ കൊണ്ട് അവർ തൃപ്തിപ്പെടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് ഭൂരിപക്ഷം അടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിലോ ഉള്ള സീറ്റുകൾ മാത്രം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അല്ലാതെ ഒരു തരംഗമുണ്ടാക്കിക്കൊണ്ട് 100 സീറ്റുകളോ 100-ലധികം സീറ്റുകളോ നേടുന്ന തരത്തിലോട്ടൊന്നും മാറുകയോ അല്ലെങ്കിൽ LDFനെ തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനോ LDFന് ഒരു 30 സീറ്റുകൾ പോലും അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ 50-ൽ താഴെ എത്തിക്കാനോ ഈ പറയുന്ന UDFന് നിലവിൽ സാധിക്കാത്ത ഒരു അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ BJPക്ക് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ ഈ പറയുന്ന തരത്തിൽ LDFോ UDFോ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു മികച്ച നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടികൾക്കും ഇടയിൽ ഈ പറയുന്ന തരത്തിൽ സീറ്റുകൾ വലിയ തോതിലുള്ള ഒരു മാറ്റമില്ലാതെ ഒരു തൂക്കുസഭയിലോട്ട് വല്ലതും കാര്യങ്ങൾ മാറി BJPക്ക് ഒരു 5 സീറ്റുകളോ അല്ലെങ്കിൽ 5-ലധികം സീറ്റുകളോ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ BJPക്ക് ചിലപ്പോൾ ഒരു തുറുപ്പ് ചീട്ടായി മാറാൻ സാധിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ എത്തിയെന്ന് വരാം. കാരണം നിലവിൽ LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്നുള്ളത് അതികഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് അവരുടെ നില അത്രയ്ക്കും പരിതാപകരമാണ്. അതായത് കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം മറ്റെവിടെയും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിലനിൽക്കേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഭരണം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി തന്നെ ഒരു പരിധിവരെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കേരളത്തിൽ പോലും ശക്തി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തുക എന്നുള്ളത് എന്തുകൊണ്ടും LDFനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്ത് കളികളും ചിലപ്പോൾ കളിക്കും. ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ഇനിയും 1.5 കൊല്ലത്തോളം ഉണ്ട്. ആ ഒരു കാലയളവിൽ LDFന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയാം. അതേസമയം UDFനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ എല്ലാ പോരായ്മകളും എല്ലാ തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരങ്ങളും അത് ജനങ്ങളിൽ വീണ്ടും കൂടുതൽ ആളിക്കത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. പക്ഷെ അത് UDFനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, LDF, UDF, BJP ഈ 3 പാർട്ടികൾക്കിടയിൽ ഈ 3 പാർട്ടികൾക്കും ഇത്തവണ എത്രത്തോളം സീറ്റുകൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ നിലവിൽ ഈ LDF, UDF, BJP സീറ്റുകളുടെ ആ ഒരു രീതി നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു 70+ ആ ഒരു രീതിയിൽ, അത് ചിലപ്പോൾ 80-ക്കുള്ളിലോ അത് ചിലപ്പോൾ ആ ഒരു തരത്തിൽ 75-നുള്ളിലോ നിൽക്കാനായിട്ടുള്ള സാധ്യത ചിലപ്പോൾ കണ്ടെന്ന് വരാം. LDFനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ 50+, അതല്ലെങ്കിൽ 55+, ചിലപ്പോൾ 60+ വരെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ഒരു 2 മിനിമം പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ 5 അല്ലെങ്കിൽ 5+ സീറ്റുകളോ ആയിട്ട് മാറിയെന്ന് വരാം. ഒരു കാര്യം ഉറപ്പാണ്, UDFനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. കളത്തിൽ ഇറങ്ങി കളിക്കാനായിട്ട് UDFന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ LDFന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുമുള്ള കളികൾ വരികയും അത് അവർക്ക് ഗുണകരമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്നും വരാം. അതിനോടൊപ്പം തന്നെ BJPയുടെ കാര്യമായാൽ പോലും BJP എന്ത് നിലപാടെടുക്കുന്നുവോ, കാരണം അവർക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു വോട്ടുണ്ട്. ആ വോട്ട് ഏതൊക്കെ തരത്തിൽ മറിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി, അതായത് അവർക്ക് ഗുണകരമാകുന്ന തരത്തിലോട്ട് ആ വോട്ടുകൾ മറിയുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് UDFനെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് UDF ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചോളം ചിലപ്പോൾ കാര്യങ്ങൾ വഷളായെന്ന് വരാം. അതല്ലെങ്കിൽ UDF തീർച്ചയായിട്ടും രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിന് 2026
തെരഞ്ഞെടുപ്പ് തയ്യാറാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം. എന്തായാലും കാത്തിരിക്കാം 2026 എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഡൽഹി പോലെ കേരളത്തിൽ സംഭവിക്കുമോ, അതല്ല ഈ പറയുന്ന തരത്തിൽ LDF ഒരു അട്ടിമറി നേട്ടം വീണ്ടും സ്വന്തമാക്കുമോ, BJP അവിടെ ഒരു നിർണായക ശക്തിയായി മാറുമോ, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ, അതല്ല വീണ്ടും മൂന്നാം തവണയും തോറ്റ് പ്രതിപക്ഷത്തേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.